അധ്യായം 49. 1940 മുതൽ 1951 വരെ. ധ്യാനത്തിൻ്റെ മഹത്വം ഞങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നിനും ഞങ്ങളുടെ ആന്തരികമായ പ്രശാന്തിയെ ഉലയ്ക്കാനാവില്ല എന്നും ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ സമയത്ത് ഞങ്ങൾ വിമാനാക്രമണത്തിൻ്റെ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ കേൾക്കുകയും താമസിച്ചു പൊട്ടുന്ന ബോംബുകളുടെ സ്ഫോടനം ശ്രദ്ധിക്കുകയും ചെയ്തുവെങ്കിലും ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഒന്നിച്ചു കൂടുകയും ഞങ്ങളുടെ സുന്ദരമായ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ അനുഭൂതി സമ്പൂർണമായി കൈക്കൊള്ളുകയും ചെയ്യുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക പങ്കെടുക്കുന്നതിനു മുമ്പുള്ള വർഷങ്ങളിൽ യുദ്ധക്കെടുതിയിലാണ്ട ഇംഗ്ലണ്ടിലും യൂറോപ്പിലും നിന്ന് എനിക്ക് ലഭിച്ച നിരവധി കത്തുകളിലൊന്നായിരുന്നു ലണ്ടനിലെ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പ് കേന്ദ്രത്തിൻ്റെ തലവൻ എഴുതിയ ഈ ധീരോദാത്തമായ സന്ദേശം. ലണ്ടനിലെ വിസ്ഡം ഓഫ് ദ ഈസ്റ്റ് സീരീസിൻ്റെ ശ്രേഷ്ഠനായ പത്രാധിപർ ഡോക്ടർ ക്രാൻമർ ബിങ് 1942 എനിക്ക് ഇങ്ങനെ എഴുതി: ഈസ്റ്റ് വെസ്റ്റ് വായിച്ചപ്പോൾ രണ്ട് വ്യത്യസ്തമായ ലോകങ്ങളിൽ ജീവിക്കുന്നത് പോലെ എത്ര അകലത്തിലാണ് നാമെന്ന് നമുക്ക് തോന്നുമെന്ന് ഞാൻ മനസ്സിലാക്കി. വിശുദ്ധ പാനപാത്രത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളും സാന്ത്വനവും നിറയെ കയറ്റിയ ഒരു കപ്പൽ യുദ്ധക്കെടുതികൾ വലയം ചെയ്യുന്ന ഒരു നഗരത്തിലേക്ക് വന്നെത്തുന്നത് പോലെ ചന്തവും ചിന്തയും ശാന്തിയും സമാധാനവും ലോസ് ആഞ്ചലസിൽ നിന്ന് എന്നിലേക്ക് വന്നെത്തുന്നു. അങ്ങയുടെ പനന്തോപ്പുകളും ആഴിപ്പരപ്പിൻ്റെയും മലകളുടെയും ദൃശ്യങ്ങളോടുകൂടിയ എൻസിനിറ്റാസ് ദേവാലയവും ഒരു സ്വപ്നത്തിലെന്ന പോലെ ഞാൻ കാണുന്നു. അതിനുമുപരിയായി ഐക്യത്തിൽ സമാവിഷ്ടരും ആത്മീയ മനോഭാവം പുലർത്തുന്നവരും സൃഷ്ടിപരമായ പ്രവൃത്തികളിൽ മുഴുകിയവരും ധ്യാനത്തിൽ ഉന്മേഷം പുനരാർജിക്കുന്നവരുമായ സ്ത്രീപുരുഷന്മാരുടെ ഒരു സഹോദര സമൂഹം ഞാൻ കാണുന്നു. കാവൽമാടത്തിൽ ഉദയത്തെ കാത്തിരിക്കുന്ന ഒരു സാധാരണ പടയാളി ഫെലോഷിപ്പിലെ എല്ലാവർക്കും എഴുതിയ ആശംസകൾ. 1942 സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തകർ കാലിഫോർണിയയിലെ ഹോളിവുഡിൽ ഒരു സർവമത ദേവാലയം നിർമ്മിച്ച് സമർപ്പണം ചെയ്ത് ഒരു കൊല്ലത്തിന് ശേഷം വേറൊരു ദേവാലയം കാലിഫോർണിയയിലെ സാൻ ഡിയാഗോയിലും മറ്റൊന്ന് 1947 കാലിഫോർണിയയിലെ ലോങ് ബീച്ചിലും സ്ഥാപിച്ചു. ലോസ് ആഞ്ചലസിലെ പസഫിക് പാലിസേഡ്സ് ഭാഗത്ത് ലോകത്തെ അതീവ സുന്ദരമായ ഭൂസ്വത്തുക്കളിൽ ഒന്നായ പൂക്കളുടെ ഒരു അദ്ഭുത ലോകം സെൽഫ് റിയലൈസേഷന് 1949 സംഭാവനയായി ലഭിച്ചു. പച്ച നിറഞ്ഞ കുന്നുകൾ വലയം ചെയ്യുന്ന ഈ 10 ഏക്കർ പ്രകൃതിദത്തമായ ഒരു അർത്ഥവൃത്ത രംഗവേദിയാണ്. മലയുടെ കിരീടത്തിൽ ഒരു നീലരത്നം പോലെ ശോഭിക്കുന്ന പ്രകൃതി നൽകിയ വിശാലമായ ഒരു ജലാശയമാണ് ഈ എസ്റ്റേറ്റിന് തടാക ദേവാലയം എന്ന പേരു നൽകിയിരിക്കുന്നത്. ഇതേ വളപ്പിൽ കൗതുകമുണർത്തുന്ന ഡച്ച് കാറ്റാടി യന്ത്രം മില്ലിൻ്റെ കെട്ടിടത്തിൽ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിൻ്റെ പ്രശാന്തമായ ഒരു ചെറു ദേവാലയമുണ്ട്. താണതലത്തിൽ ഒരു പൂന്തോട്ടത്തിനടുത്ത് ഒരു വലിയ ജലചക്രം വെള്ളം തെറിപ്പിച്ച് അലസ സംഗീതം പൊഴിക്കുന്നു. ശ്രീബുദ്ധൻ്റെയും ദിവ്യജനനിയുടെ ചൈനീസ് പ്രതിരൂപമായ ക്വാനിന്നിൻ്റെയും ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന 2 വെണ്ണക്കൽ പ്രതിമകൾ അവിടം അലങ്കരിക്കുന്നു. യേശുവിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ അതിൻ്റെ ചൈതന്യം തുളുമ്പുന്ന മുഖവും ഒഴുകുന്ന തിരുവസ്ത്രവും രാത്രിയിൽ ശ്രേഷ്ഠമായ ദീപാലങ്കാരത്തിൽ ദീപ്തമായി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഒരു കുന്നിൽ നിലകൊള്ളുന്നു. അമേരിക്കയിൽ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിൻ്റെ 30ാം വാർഷികം കുറിച്ച 1950 തടാക ദേവാലയത്തിൽ മഹാത്മാഗാന്ധി ലോകശാന്തി സ്മാരകം സമർപ്പണം ചെയ്തു. ഭാരതത്തിൽ നിന്ന് അയച്ചു തന്നിരുന്ന ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിൻ്റെ ഒരു ഭാഗം 1000 കൊല്ലം പഴക്കമുള്ള ഒരു കൽപ്പേടകത്തിൽ ഭക്ത്യാദരങ്ങളോടെ അടക്കം ചെയ്തു. 1951 ഹോളിവുഡിൽ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിൻ്റെ ഇന്ത്യ സെൻറ്റർ സ്ഥാപിതമായി. കാലിഫോർണിയയിലെ ലഫ്റ്റനന്റ് ഗവർണർ മിസ്റ്റർ ഗുഡ്വിൻ ജെ നൈറ്റും ഭാരതത്തിൻ്റെ കോൺസൽ ജനറൽ മിസ്റ്റർ MR അഹൂജയും സമർപ്പണ ശുശ്രൂഷയിൽ എന്നോടൊപ്പം പങ്കുകൊണ്ടു. ഈ പരിസരത്ത്
250 പേർക്ക് ഇരിക്കാവുന്ന ഒരു സഭാമന്ദിരം, ഇന്ത്യ ഹാൾ ഉണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ പുതുതായി എത്തുന്നവർ പലപ്പോഴും യോഗശാസ്ത്രത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ കേൾക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ചില സ്ഥാപനങ്ങൾ പറയുന്നത് പോലെ യോഗശാസ്ത്രം അച്ചടിയിൽ കൂടി വിജയകരമായി പഠിക്കാനാവില്ലെന്നതും അത് അടുത്തുള്ള ഒരു ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ പരിശീലിക്കാവൂ എന്നതും സത്യമാണോ? ഈ ആണവയുഗത്തിൽ യോഗശാസ്ത്രം പഠിപ്പിക്കേണ്ടത് യോഗദാ സത്സംഗ സൊസൈറ്റിയുടേതുപോലുള്ള ഒരു പാഠ്യപദ്ധതിയിലൂടെയാണ്. അല്ലാത്തപക്ഷം വിമോചകമായ ഈ ശാസ്ത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ആളുകളിലായി വീണ്ടും ഒതുങ്ങിപ്പോകും. ദൈവികജ്ഞാനത്താൽ പൂർണ്ണത പ്രാപിച്ച ഒരു ഗുരു ഓരോ സാധകൻ്റെയും ഒപ്പമുണ്ടായിരിക്കുകയെന്നത് യഥാർത്ഥത്തിൽ വിലമതിക്കാനാവാത്ത ഒരു അനുഗ്രഹമായിരിക്കും. പക്ഷേ ഒട്ടനേകം പാപികളെക്കൊണ്ടും തീരെ വിരളമായി മാത്രം പുണ്യാത്മാക്കളെക്കൊണ്ടുമാണ് ഈ ലോകം വിരചിച്ചിരിക്കുന്നത്. എങ്കിലെങ്ങനെയാണ് യഥാർത്ഥ യോഗികൾ എഴുതിയിട്ടുള്ള യോഗപാഠങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്നത് വഴിയല്ലാതെ പരസഹസ്രം ജനങ്ങൾക്ക് യോഗാഭ്യാസത്തിൻ്റെ പ്രയോജനം ലഭിക്കുക? ഇതല്ലാതെയുള്ള ഒരൊറ്റ വഴി സാധാരണക്കാരനെ അവഗണിച്ചുകൊണ്ട് യോഗശാസ്ത്രത്തിൻ്റെ അറിവ് ലഭിക്കാതെ അവനെ വിടുക എന്നതാണ്. ഈ പുതിയ യുഗത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല ഈശ്വരൻ്റെ പദ്ധതി. എല്ലാ ക്രിയായോഗികളെയും ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ പാതയിൽ സംരക്ഷിക്കുകയും അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യാമെന്ന് ബാബാജി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദിവ്യപിതാവിൻ്റെ മക്കളെന്ന സ്വന്തം പദവി പുനഃസ്ഥാപിക്കാനുള്ള ശരിയായ ശ്രമം നടത്തിക്കഴിഞ്ഞ മനുഷ്യരെ കാത്തിരിക്കുന്ന ശാന്തിയുടെയും സമൃദ്ധിയുടെയും ലോകത്തെ സൃഷ്ടിക്കുന്നതിന് വെറും 10 100 അല്ല, ലക്ഷക്കണക്കിന് ക്രിയായോഗികളെ ആവശ്യമുണ്ട്. ശ്രീ യുക്തേശ്വരനും മഹാവതാര ബാബാജിയും എന്നെ ഏൽപ്പിച്ച കർത്തവ്യമാണ് ആത്മീയ മധുപകരുന്ന ഒരു തേൻകൂട് എന്ന നിലയിൽ ഒരു സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പ് സംഘടന പാശ്ചാത്യദേശത്ത് സ്ഥാപിക്കുകയെന്നത്. ആ വിശുദ്ധമായ ഉത്തരവാദിത്വത്തിൻ്റെ സഫലീകരണം ബുദ്ധിമുട്ടുകളില്ലാത്ത ഒന്നായിരുന്നില്ല. പറയൂ പരമഹംസജി, സത്യത്തിൽ അങ്ങയുടെ ശ്രമങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കുകയുണ്ടായോ? ചുരുങ്ങിയ വാക്കുകളിലൊതുക്കിയ ഈ ചോദ്യം ഒരു സായാഹ്നത്തിൽ എന്നോട് ചോദിച്ചത് സാന്റിയാഗോ ദേവാലയത്തിൻ്റെ മേധാവി ഡോക്ടർ ലോയിഡ് കെനൽ ആയിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങ് അമേരിക്കയിൽ സന്തുഷ്ടനായിരുന്നുവോ? യോഗശാസ്ത്രത്തിൻ്റെ പ്രചാരം തടയാൻ ആകാംക്ഷ പൂണ്ട വഴിപിഴച്ച ആളുകൾ പരത്തിയ വ്യാജ പ്രസ്താവങ്ങളെപ്പറ്റി അങ്ങ് എന്തു പറയുന്നു? നിരാശകളും ഹൃദയവ്യഥകളും നയിക്കാൻ കഴിവില്ലാത്ത കേന്ദ്ര നേതാക്കന്മാരും പഠിപ്പിച്ചെടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളും ഇവയെപ്പറ്റി എന്തു പറയുന്നു? ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നവൻ അനുഗ്രഹീതനാണ്, ഞാൻ മറുപടി പറഞ്ഞു. എൻ്റെ മേൽ ഇടയ്ക്കിടെ ഓരോ ഭാരം ചുമത്താൻ അദ്ദേഹം മറന്നില്ല. വിശ്വസ്തരായ എല്ലാ ശിഷ്യന്മാരെപ്പറ്റിയും അമേരിക്കയുടെ ഹൃദയത്തെ ഉജ്ജ്വലമാക്കുന്ന സ്നേഹത്തെയും ഭക്തിയെയും പരസ്പര ധാരണയെയും പറ്റിയും ഞാൻ അപ്പോൾ ഓർത്തു. സാവധാനമായി ഊന്നലോടുകൂടി തന്നെ ഞാൻ തുടർന്നു. പക്ഷേ എൻ്റെ ഉത്തരം അതെ എന്നാണ്. 1000 തവണ അതെ. എന്നെന്നും നിലനിൽക്കുന്ന ഒരേ ഒരു ആത്മീയ ബന്ധത്താൽ പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങൾ അടുപ്പിക്കപ്പെട്ടത് കാണാൻ കഴിഞ്ഞതിൽ എൻ്റെ പരിശ്രമങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾക്കുമപ്പുറം സഫലമായി. ആധുനിക വ്യവസ്ഥിതികൾ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് പാശ്ചാത്യ ലോകത്ത് അതീവ താൽപ്പര്യം കാട്ടിയ മഹാന്മാരായ ഭാരതീയ ആചാര്യന്മാർ. പൗരസ്ത്യ പാശ്ചാത്യങ്ങളുടെ സവിശേഷമായ നന്മകളുടെ മെച്ചപ്പെട്ട സ്വാംശീകരണം എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടാകുന്നതുവരെ ലോകത്തിൻ്റെ കാര്യങ്ങൾ മെച്ചപ്പെടുകയില്ല എന്ന് അവർക്കറിയാം. ഒരർത്ഥഗോളത്തിന് മറ്റേതിൻ്റെ ഏറ്റവും നല്ല സംഭാവനകൾ കൂടിയേ തീരൂ. ലോകയാത്രകൾക്കിടയിൽ ഒട്ടനവധി ദുരിതം ഞാൻ ദുഃഖത്തോടെ കാണുകയുണ്ടായിട്ടുണ്ട്. പൗരസ്ത്യ രാജ്യങ്ങളിൽ വേദനകൾ പ്രധാനമായും ലൗകിക തലത്തിൽ, പാശ്ചാത്യദേശത്ത് ദുരിതം മുഖ്യമായും മാനസികമോ ആത്മീയമോ ആയ തലത്തിലും.
അസന്തുലിതമായ സംസ്കാരങ്ങളുടെ ദുരിതപൂർണമായ ഫലങ്ങൾ ലോകരാഷ്ട്രങ്ങളെല്ലാം അനുഭവിക്കുന്നു. അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കാട്ടുന്ന പ്രായോഗിക ജ്ഞാനവും വ്യാവഹാരികമായ കാര്യക്ഷമതയും അനുകരിക്കുന്നതിലൂടെ ഭാരതത്തിനും മറ്റനേകം പൗരസ്ത്യ രാജ്യങ്ങൾക്കും ഏറെ പ്രയോജനം നേടാം. പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കാകട്ടെ ജീവിതത്തിൻ്റെ ആത്മീയമായ അടിത്തറയെപ്പറ്റി കുറേക്കൂടി അഗാധമായ ധാരണ വേണ്ടിവരുന്നു. അതുപോലെ തന്നെ ഈശ്വരനുമായി ബോധപൂർവം താദാത്മ്യം പ്രാപിക്കുന്നതിന് ഭാരതം വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയ മാർഗങ്ങളെപ്പറ്റി പ്രത്യേകിച്ചും അവർക്ക് അറിവുണ്ടാകണം. മികവുറ്റ നാനാമുഖമായ ഒരു സംസ്കാരം എന്ന ആദർശം ഒരു ശുദ്ധസങ്കല്പമല്ല. സഹസ്രാബ്ദങ്ങളോളം ആത്മജ്ഞാനപ്രകാശത്തിൻ്റെയും എങ്ങും നിറഞ്ഞ ധനധാന്യസമൃദ്ധിയുടെയും നാടായിരുന്നു ഭാരതം. കഴിഞ്ഞ 200 കൊല്ലത്തെ ദാരിദ്ര്യം ഭാരതത്തിൻ്റെ സുദീർഘമായ ചരിത്രത്തിൻ്റെ ഒരു താൽക്കാലിക കാർമ്മിക ഘട്ടം മാത്രമാണ്. ഭാരതത്തിൻ്റെ നാനാമുഖമായ സമ്പത്തുകൾ ലോകത്താകെ നൂറ്റാണ്ടുകളായി കേട്ടിരുന്ന സമൃദ്ധിയുടെ ഒരു പര്യായ ശബ്ദമായിരുന്നു. ഭൗതികവും ആത്മീയവുമായ സമൃദ്ധി ഋതത്തിൻ്റെ, പ്രപഞ്ച നിയമത്തിൻ്റെ അഥവാ ധർമ്മത്തിൻ്റെ പ്രത്യക്ഷ ഘടനയാണ്. ദൈവികതയിൽ ലുബ്ധില്ല. അതിൻ്റെ ചൈതന്യം തുളുമ്പുന്ന ദേവിയായ പ്രകൃതിയിലും അങ്ങനെ തന്നെ. ആത്മാവ് ജഡഭൗതിക സാഹചര്യങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുകയും അവയുടെ മേൽ ആധിപത്യം വച്ചു പുലർത്തുകയും ചെയ്യുന്ന അസംഖ്യം രീതികൾ കൂടുതൽ കൂടുതൽ പരിപൂർണമായി ഓരോ തുടർന്നുള്ള ജീവിതത്തിലൂടെയും പഠിക്കുവാനാണ് മനുഷ്യൻ ഈ വിശിഷ്ട ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്ന് ഹൈന്ദവ വേദശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. പൗരസ്ത്യ പാശ്ചാത്യങ്ങൾ ഈ മഹത്തായ സത്യം വ്യത്യസ്ത രീതിയിലൂടെ പഠിച്ചു വരികയാണ്. അവർ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ അന്യോന്യം സസന്തോഷം പങ്കുവയ്ക്കുകയും വേണം. ദാരിദ്ര്യം, രോഗം, ആത്മവിസ്മൃതി എന്നിവയിൽ നിന്നും മുക്തമായ ഒരു ലോകസംസ്കാരം നേടാൻ തൻ്റെ ഭൂലോക സന്തതികൾ കഠിനശ്രമം നടത്തുന്നത് ജഗദീശ്വരന് സന്തോഷമാകുമെന്നതിൽ സംശയമില്ല. തൻ്റെ സ്വതന്ത്രമായ ഇച്ഛയുടെ ദുരുപയോഗത്തിൻ്റെ ഫലമായി ദൈവികമായ വിഭവശേഷിയെപ്പറ്റി മനുഷ്യനുണ്ടാകുന്ന വിസ്മൃതിയാണ് മറ്റെല്ലാ രൂപത്തിലുമുള്ള ദുരിതങ്ങളുടെ മൂലകാരണം. മനുഷ്യരുടെ സമൂഹം എന്ന അമൂർത്തതയ്ക്ക് കൽപ്പിച്ചിരിക്കുന്ന ദുരിതങ്ങൾ കൂടുതൽ യഥാതഥമായി ഓരോ മനുഷ്യൻ്റെയും മേലാണ് ചുമത്തേണ്ടത്. രാമരാജ്യം ഉയർകൊള്ളേണ്ടത് മനുഷ്യഹൃദയത്തിൻ്റെ ഉള്ളറകളിലാണ്. എങ്കിൽ മാത്രമേ അതിന് നാഗരിക നന്മയായി വിടരാൻ കഴിയൂ. ആന്തരിക സംസ്കൃതി സ്വാഭാവികമായും ബാഹ്യ സംസ്കൃതികളിലേക്ക് നയിക്കുന്നു. സ്വയം നന്നായ ആൾ ആയിരങ്ങളെ നന്നാക്കും. ലോകത്തിൻ്റെ ചിരപ്രതിഷ്ഠമായ വിശുദ്ധ മതഗ്രന്ഥങ്ങളെല്ലാം സത്തയിൽ ഒന്നാണ്. അവ മനുഷ്യന് അവൻ്റെ ഉത്കർഷത്തിലേക്കുള്ള യാത്രയിൽ പ്രചോദനം നൽകുന്നു. സെൽഫ് റിയലൈസേഷൻ മാഗസീനു വേണ്ടി പുതിയ നിയമത്തിൻ്റെ കുറേ ഭാഗങ്ങൾക്ക് എൻ്റേതായ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന കാലം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയങ്ങളിൽ ഒന്നായിരുന്നു. 20 നൂറ്റാണ്ടുകളായി പരിതാപകരമായ വിധത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പലതിൻ്റെയും യഥാർത്ഥ സാരം അനുമാനിക്കുന്നതിന് എനിക്ക് മാർഗദർശനം നൽകണമെന്ന് ക്രിസ്തുദേവനോട് ഭക്തിപ്രകർഷത്തോടെ ഞാൻ കേണു പ്രാർത്ഥിച്ചു. ഒരു രാത്രി എൻസിനെറ്റാസ് ആശ്രമത്തിൽ നിശബ്ദമായ പ്രാർത്ഥനയിൽ ഞാൻ മുഴുകിയിരുന്നപ്പോൾ എൻ്റെ ഇരിപ്പുമുറി ഒരു നീല വെളിച്ചം കൊണ്ടു നിറഞ്ഞു. അനുഗ്രഹീതനായ യേശുദേവൻ്റെ തേജസ്സുറ്റ രൂപം ഞാൻ ദർശിച്ചു. നേർത്ത താടിയും മീശയുമുള്ള ഒരു 25-കാരൻ ചെറുപ്പക്കാരനെപ്പോലെ കാണപ്പെട്ട അദ്ദേഹത്തിൻ്റെ നടുവേ പകുത്ത നീണ്ട കറുത്ത തലമുടിക്ക് ചുറ്റും തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിൽ ഒരു പരിവേഷമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിതാന്തമായ വിസ്മയം ദ്യോതിപ്പിക്കുന്നവയായിരുന്നു. ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവ അനന്തമായി വ്യത്യസ്ത ഭാവങ്ങൾ പൂണ്ടു. അവയിലെ ദിവ്യമായ ഓരോ ഭാവവ്യത്യാസത്തോടുമൊപ്പം അവ പകർന്നു തന്ന വിജ്ഞാനം ഞാൻ ഉൾക്കാഴ്ച കൊണ്ട് മനസ്സിലാക്കി. കോടാനുകോടി ലോകങ്ങളെ നിലനിർത്തുന്ന വൈഭവം അദ്ദേഹത്തിൻ്റെ മഹനീയമായ ദൃഷ്ടിയിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഒരു വിശുദ്ധ പാനപാത്രം അദ്ദേഹത്തിൻ്റെ ചുണ്ടോടടുത്ത് പ്രത്യക്ഷമായി.
അത് എൻ്റെ ചുണ്ടുകളിലേക്ക് താഴ്ന്നു വന്നു. എന്നിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മനോഹരമായ വാക്കുകൾ ഉച്ചരിച്ചു. അവ അത്ര വ്യക്തിപരമായിരുന്നതിനാൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അവ ഭദ്രമായി സൂക്ഷിക്കുന്നു. 1950-ലും 1951-ലും കാലിഫോർണിയയിലെ മോഹാവേ മരുഭൂമിക്കടുത്തുള്ള ഒരു പ്രശാന്തമായ വിശ്രമസങ്കേതത്തിൽ ധാരാളം സമയം ഞാൻ ചെലവഴിച്ചു. അവിടെ വച്ച് ഭഗവത്ഗീത ഞാൻ പരിഭാഷപ്പെടുത്തുകയും വിവിധ യോഗമാർഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വിശദമായ വ്യാഖ്യാനം എഴുതുകയും ചെയ്തു. ഒരു യോഗസങ്കേതത്തെപ്പറ്റി സ്പഷ്ടമായി 2 പ്രാവശ്യം പരാമർശിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഏറ്റവും മഹത്തായ വേദഗ്രന്ഥം പ്രായോഗികവും സദാചാരപരവുമായ ശിക്ഷണം നൽകുന്നു. ഭഗവത്ഗീതയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ ഒരേ ഒരു യോഗവിദ്യയെ തന്നെയാണ് ബാബാജി ലളിതമായി ക്രിയായോഗമെന്ന് നാമകരണം ചെയ്തത്. നമ്മുടെ സ്വപ്നലോകത്തിൻ്റെ സാഗരത്തിൽ ശ്വാസമാണ് മിഥ്യയെ വ്യതിരിക്തമാക്കുന്ന കൊടുങ്കാറ്റ്. ഇതാണ് വ്യക്തിപരമായ തിരകളുടെ ബോധം മനുഷ്യരുടെയും മറ്റെല്ലാ ഭൗതിക വസ്തുക്കളുടെയും രൂപങ്ങൾ ജനിപ്പിക്കുന്നത്. വ്യത്യസ്തമായ അസ്തിത്വമെന്ന വേദനാപൂർണമായ സ്വപ്നത്തിൽ നിന്ന് മനുഷ്യനെ ഉണർത്താൻ വെറും ദാർശനികമോ ധർമ്മനീതിപരമോ ആയ അറിവ് മതിയാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു യോഗിക്ക് തൻ്റെ ശരീരത്തെ പൂർണ്ണമായി അധീനതയിൽ കൊണ്ടുവരാനും ഇച്ഛാനുസരണം അതിനെ ശുദ്ധ ഊർജമാക്കി മാറ്റാനും സാധ്യമാക്കുന്ന വിശുദ്ധ ശാസ്ത്രം ഭഗവാൻ കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഈ യോഗസിദ്ധിയുടെ സാധ്യത ആണവയുഗത്തിൻ്റെ പ്രണേതാക്കളായ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് സൈദ്ധാന്തികമായെങ്കിലും മനസ്സിലാക്കാൻ കഴിയാതെ വരില്ല. എല്ലാ വസ്തുക്കളും ഊർജമായി പരിവർത്തനം ചെയ്യാമെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ യോഗശാസ്ത്രത്തെ ശ്ലാഘിക്കുന്നത് അത് മനുഷ്യരാശിക്ക് പൊതുവിൽ പ്രയോജനപ്പെടുത്താവുന്നതായതുകൊണ്ടാണ്. ശ്വാസത്തിൻ്റെ ദുരൂഹരഹസ്യം അനുഷ്ഠാനപരമായ യോഗസങ്കേതങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഇടയ്ക്കിടെ വെളിപ്പെട്ടിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഭക്തിയുടെ ഇന്ദ്രിയാതീതമായ ശക്തിവിശേഷങ്ങൾ കൈമുതലാക്കിയ അഹിന്ദു യോഗികൾ ഇതിന് ഉദാഹരണമാണ്. അത്തരം ക്രിസ്ത്യാനിയും മുസൽമാനും മറ്റു മതസ്ഥരുമായ വിശുദ്ധരെ ശ്വാസരഹിതവും നിശ്ചലവുമായ അവസ്ഥയിൽ സവികൽപ്പ സമാധിയിൽ യഥാർത്ഥത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അവസ്ഥ പ്രാപിക്കാതെ ഈശ്വര ദർശനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഒരു മനുഷ്യനും എത്തിയിട്ടില്ല. എന്നാൽ ഒരു പുണ്യാത്മാവ് നിർവികൽപ്പ അഥവാ ഏറ്റവും ഉയർന്ന സമാധിയിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ശ്വസിക്കട്ടെ ശ്വസിക്കാതിരിക്കട്ടെ, നിശ്ചലനായിരിക്കട്ടെ അഥവാ കർമ്മനിരതനായിരിക്കട്ടെ, അദ്ദേഹം ഈശ്വരനിൽ സ്ഥിരമായി പ്രതിഷ്ഠിതനായി കഴിഞ്ഞു. അദ്ദേഹത്തിന് ആദ്യമായി ഈശ്വര ദർശനമുണ്ടായത് ഒരു വൃക്ഷത്തെ നോക്കിയപ്പോഴാണെന്ന് 17-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ യോഗി ബ്രദർ ലോറൻസ് നമ്മോട് പറയുന്നു. ഒട്ടുമിക്ക ആളുകളും ഒരു വൃക്ഷം കണ്ടിട്ടുണ്ടാവും. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ആരും തന്നെ വൃക്ഷം കണ്ടെന്ന് വെച്ച് വൃക്ഷത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടിട്ടില്ല. പാശ്ചാത്യമായാലും പൗരസ്ത്യമായാലും എല്ലാ മതങ്ങളുടെയും പാതയിൽ കാണപ്പെടുന്ന ഏതാനും ഏകാന്ത യോഗികൾ മാത്രമേ ഈ രീതിയിലുള്ള ഭക്തിയുടെ അയത്നലഭ്യമായ ശക്തിവിശേഷങ്ങൾ വച്ചു പുലർത്തുന്നുള്ളൂ. കൂടുതൽ മനുഷ്യരും ഇതിന് തികച്ചും കഴിവില്ലാത്തവരാണ്. എങ്കിലും അത് കാരണം ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുന്നതിൽ നിന്ന് സാധാരണ മനുഷ്യൻ ഒഴിവാക്കപ്പെടുന്നില്ല. ആത്മാവിൻ്റെ സ്മരണ വീണ്ടെടുക്കുന്നതിന് ക്രിയായോഗമാർഗം, യമനിയമാദികളുടെ സന്മാർഗ കൽപ്പനകളുടെ നിത്യപാലനം, ജഗദീശ്വര അങ്ങയെ അറിയാൻ ഞാൻ കൊതിക്കുന്നുവെന്ന് ആത്മാർത്ഥമായി കരഞ്ഞു പറയാനുള്ള കഴിവ് എന്നിവയിൽ കവിഞ്ഞ് മറ്റൊന്നും ആവശ്യമില്ല. അങ്ങനെ ശരാശരി മനുഷ്യന് അവൻ്റെ വൈകാരിക സാധ്യതകൾക്കപ്പുറമായ തീക്ഷ്ണഭക്തിയിലൂടെയല്ലാതെ നിത്യേന അനുഷ്ഠിക്കാവുന്ന ഒരു ശാസ്ത്രീയ മാർഗത്തിലൂടെ ഈശ്വരനിൽ എത്തിച്ചേരാനുള്ള ഒരു ഉപായമാണത് എന്നതാണ് യോഗാഭ്യാസത്തിൻ്റെ സാർവലൗകികമായ ആകർഷകത്വം. ഭാരതത്തിലെ വിവിധ ജൈന ഗുരുക്കന്മാരെ തീർത്ഥങ്കരന്മാരെന്ന് വിളിച്ചിരുന്നു. കാരണം ഇതികർത്തവ്യതാമൂഢമായ മനുഷ്യരാശിക്ക് പ്രക്ഷുബ്ധമായ സംസാരസാഗരം, ജനിമൃതികളുടെ പുനരാവർത്തനം, കർമ്മചക്രം തരണം ചെയ്യാനുള്ള വഴി ഇവർ വെളിവാക്കുന്നു. സംസാരം
കൂടെ ഒഴുകുക എന്നു വാച്യാർത്ഥം തീരെ എതിർപ്പില്ലാത്ത ഒരു നയം സ്വീകരിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഈശ്വരൻ്റെ സ്നേഹിതനാകാൻ, മായാമോഹ സങ്കല്പങ്ങളെ നട്ടെല്ലില്ലായ്മയോടെ അംഗീകരിക്കാൻ അവനെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന പ്രവൃത്തികളുടെ അഥവാ സ്വന്തം കർമ്മത്തിൻ്റെ തിന്മകളെ അഥവാ പിശാചിനെ മനുഷ്യൻ അതിജീവിക്കണം. കർമ്മത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമങ്ങളെപ്പറ്റിയുള്ള ജ്ഞാനം അതിൻ്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള ആത്യന്തികമായ വിമോചനം നേടാൻ ആത്മാർത്ഥതയുള്ള സാധകരെ ഉത്തേജിപ്പിക്കുന്നു. മായ കൊണ്ട് ഇരുളടഞ്ഞ മനസ്സുകളിലെ ആഗ്രഹങ്ങളിലാണ് മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ അടിമത്തം വേരൂന്നിയിരിക്കുന്നത് എന്നതിനാൽ മനോനിയന്ത്രണത്തിലാണ് ഒരു യോഗി ശ്രദ്ധിക്കുന്നത്. കാർമ്മികമായ അജ്ഞതയുടെ വിവിധ മേൽക്കുപ്പായങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തൻ്റെ തനതായ സത്തയിൽ സ്വയം ദർശിക്കുകയും ചെയ്യുന്നു. ജനിമൃതികളുടെ രഹസ്യം കണ്ടെത്തുകയെന്നതാണ് മനുഷ്യൻ്റെ ഭൂലോകവാസത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശ്യം. ജനിമൃതികളുടെ ഈ രഹസ്യം ശ്വാസവുമായി ഗാഠമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്വാസനിരോധം മൃത്യുവിമുക്തിയാണ്. ഈ സത്യം മനസ്സിലാക്കി ഭാരതത്തിലെ പ്രാചീന ഋഷീശ്വരന്മാർ പ്രാണനെന്ന ഒരേ ഒരു സങ്കേതം സർവാത്മനാ സ്വീകരിച്ചുകൊണ്ട് കൃത്യവും യുക്തിഭദ്രവുമായ ഒരു പ്രാണായാമശാസ്ത്രം വികസിപ്പിച്ചു. ലോകത്തിന് നൽകാൻ ഭാരതത്തിന് മറ്റൊരു സമ്മാനവും ഇല്ലായിരുന്നുവെങ്കിൽ തന്നെയും രാജോചിതമായ ഒരു ഉപഹാരമായി ക്രിയായോഗം മാത്രം പര്യാപ്തമാകും. ശരീരവും ആത്മാവും തമ്മിലുള്ള സൂക്ഷ്മമായ കണ്ണിയായി പ്രവർത്തിക്കുവാൻ ശ്വാസത്തെയാണ് ഈശ്വരൻ ഉപയോഗിച്ചതെന്ന് ഹീബ്രു പ്രവാചകന്മാർക്ക് അറിയാമായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന നിരവധി ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. ഉൽപ്പത്തിയിൽ പറയുന്നു, കർത്താവായ ദൈവം ഭൂമിയിലെ പൊടികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി അയാളുടെ നാസാദ്വാരങ്ങളിലേക്ക് ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യന് ജീവനുണ്ടായി. മനുഷ്യശരീരം നിർമ്മിച്ചിരിക്കുന്നത് രാസ-ലോഹ പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഇവ മണ്ണിലും കാണപ്പെടുന്നു. അജ്ഞരായ മനുഷ്യരിൽ ശ്വാസത്തെ, വാതകരൂപമായ ഊർജത്തെ ആത്മാവ് ശരീരത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന പ്രാണപ്രവാഹങ്ങളുടെ കാരകത്വമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ്റെ മാംസത്തിന് പ്രവർത്തനം തുടരാനോ ഊർജവും ചലനവും വെളിവാക്കാനോ ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല. മനുഷ്യശരീരത്തിൽ പഞ്ചപ്രാണന്മാരായി പ്രവർത്തിക്കുന്ന സൂക്ഷ്മജീവപ്രവാഹങ്ങൾ സർവസന്നിഹിതമായ ആത്മാവിൻ്റെ ഓംകാരധ്വനിയുടെ വ്യക്തീഭാവമാണ്. ആത്മസ്രോതസ്സിൽ നിന്ന് മാംസകോശങ്ങളിൽ തിളങ്ങുന്ന ജീവൻ്റെ പ്രതിച്ഛായ അഥവാ സത്യസാദൃശ്യം മാത്രമാണ് മനുഷ്യന് അവൻ്റെ ശരീരത്തോടുള്ള മമതയുടെ ഒരേ ഒരു കാരണം. ഒരു കളിമണ്ണുകട്ടയ്ക്ക് ശ്രദ്ധാപൂർവമായ ആദരവ് അവൻ അർപ്പിക്കുവാനിടയില്ല. തൻ്റെ ശാരീരികമായ രൂപത്തെ താൻ തന്നെയെന്ന് മനുഷ്യൻ തെറ്റായി ധരിച്ചു വശാകുന്നു. കാരണം ആത്മാവിൽ നിന്നുള്ള പ്രാണപ്രവാഹങ്ങൾ അത്ര ഉത്കടമായ ശക്തിയോടെയാണ് ശ്വാസത്തിലൂടെ മാംസത്തിലേക്ക് നിവേശിക്കപ്പെടുന്നത്. അങ്ങനെ മനുഷ്യൻ കാര്യത്തെ കാരണമായി തെറ്റിദ്ധരിക്കുകയും ശരീരത്തിന് അതിൻ്റേതായ ജീവനുണ്ടെന്ന് വിഗ്രഹാരാധനാരൂപേണ സങ്കൽപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ബോധാവസ്ഥ ശരീരത്തെയും ശ്വാസത്തെയും പറ്റിയുള്ള ബോധമാണ്. ശരീരത്തോടും ശ്വാസത്തോടുമുള്ള മാനസികവും താൽക്കാലികവുമായ വിയോജനവുമായി ബന്ധപ്പെട്ടതാണ് ഉറക്കത്തിൽ പ്രവർത്തനനിരതമാകുന്ന ഉപബോധാവസ്ഥ. ശരീരശ്വാസങ്ങളെ ആശ്രയിച്ചാണ് തൻ്റെ അസ്തിത്വമെന്ന മിഥ്യാസങ്കല്പത്തിൽ നിന്നുള്ള വിമോചനമാണ് അവൻ്റെ അതിബോധാവസ്ഥ. ഈശ്വരൻ ശ്വാസോച്ഛ്വാസം കൂടാതെ വാഴുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവ് ആദ്യമായി സ്വബോധം കൈക്കൊള്ളുന്നത് ശ്വാസമടങ്ങിയ അവസ്ഥയിൽ മാത്രമാണ്. ആത്മാവും ശരീരവും തമ്മിലുള്ള ശ്വാസബന്ധത്തെ പരിണാമാത്മകമായ കർമ്മം വിച്ഛേദിക്കുമ്പോൾ മരണമെന്ന പൊടുന്നനെയുള്ള പരിവർത്തനം വന്നുചേരുന്നു. ശരീരകോശങ്ങൾ അവയുടെ സ്വാഭാവികമായ നിസ്സഹായ സ്ഥിതിയിലേക്ക് മടങ്ങുന്നു. പക്ഷേ ഒരു ക്രിയായോഗിയെ സംബന്ധിച്ചിടത്തോളം ശ്വാസസംബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് ശാസ്ത്രീയമായ വിജ്ഞാനത്താൽ സ്വേച്ഛയാലാണ്, അല്ലാതെ കർമ്മത്തിൻ്റെ നിർമര്യാദമായ കടന്നുകയറ്റത്തിൻ്റെ നിബന്ധന കൊണ്ടല്ല.
യഥാർത്ഥ സ്വാനുഭവത്തിലൂടെ ഒരു യോഗി തൻ്റെ സത്തയിലുള്ള അശരീരിത്വത്തെപ്പറ്റി ബോധ്യം വന്നയാളാണ്. അതിനാൽ ഭൗതിക ശരീരത്തെ ആശ്രയിക്കുന്നത് ദുരുപദിഷ്ടമാണെന്ന് മരണം നൽകുന്ന സ്പഷ്ടമായ സൂചന അദ്ദേഹത്തിന് വേണ്ടിവരുന്നില്ല. ജന്മങ്ങൾ കൊണ്ട് ഓരോ മനുഷ്യനും തനിക്കു തനതായ ഗതിവേഗത്തിൽ എത്ര വഴിതെറ്റിയാണെങ്കിലും സ്വന്തം ദേവത്വമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നു. ഈ മുന്നേറ്റത്തിന് ഒരു തടസ്സമൊന്നുമല്ലാത്ത മരണം മനുഷ്യന് തന്നിലെ മാലിന്യം ദൂരീകരിക്കുന്നതിന് ഒരു സൂക്ഷ്മലോകത്തിൻ്റെ കൂടുതൽ അനുയോജ്യമായ പരിസ്ഥിതി സമ്മാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഈ ലോകം ചിട്ടപ്പെടുത്തിയതിൽ ജഗദീശ്വരൻ തൻ്റെ ഭാവനാവൈഭവം നന്നേ ശോഷിപ്പിച്ചു കളഞ്ഞുവെന്നോ അടുത്ത ലോകത്ത് അവിദഗ്ധമായി വീണ വായിക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മുടെ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളിയേകുന്ന മറ്റൊന്നും തരാൻ അദ്ദേഹത്തിനുണ്ടാവില്ല എന്നോ വരികയില്ല. തീർച്ച. മരണമെന്നത് അസ്തിത്വത്തിൻ്റെ വിനാശം, ജീവിതത്തിൽ നിന്നുള്ള ആത്യന്തികമായ മോചനമല്ല. അത് അമരത്വത്തിലേക്കുള്ള വാതിലുമല്ല. ഭൂമിയിലെ സുഖഭോഗങ്ങളിൽ മുഴുകി തൻ്റെ ആത്മാവിൽ നിന്ന് ഓടിയകന്ന ഒരുവന് അതിനെ സൂക്ഷ്മലോകത്തെ സൂക്ഷ്മ സൗന്ദര്യങ്ങൾക്ക് നടുവിൽ വീണ്ടെടുക്കാൻ കഴിയുകയില്ല. അവിടെ അവൻ യാതൊന്നാണോ മനോജ്ഞവും മംഗളവുമായത്? ഇവ രണ്ടും ഒന്നു തന്നെ. അവയോട് സൂക്ഷ്മതരമായ സംഗ്രഹശേഷിയും കൂടുതൽ സംവേദനക്ഷമമായ പ്രതികരണവും സഞ്ചയിക്കുക മാത്രം ചെയ്യുന്നു. ഈ സ്ഥൂലമായ ഭൂമിയുടെ അടകല്ലിൽ വച്ചു വേണം ആത്മീയ സ്വത്വത്തിൻ്റെ അനശ്വരമായ സ്വർണം അടിച്ചു രൂപപ്പെടുത്തുവാൻ. അത്യാർത്തിയുള്ള മരണത്തിന് സ്വീകാര്യമായ ഒരേ ഒരു സമ്മാനം, പാടുപെട്ട് നേടിയ ഈ സുവർണനിധി കയ്യിലേന്തിക്കൊണ്ട് മനുഷ്യൻ ഭൂതലത്തിലെ പുനർജന്മങ്ങളുടെ ചക്രത്തിൽ നിന്ന് ആത്യന്തികമായ മോചനം നേടുന്നു. പതഞ്ജലിയുടെ യോഗസൂത്രത്തെയും ഹിന്ദുദർശനത്തിൻ്റെ അസാമാന്യ ഉൾക്കാഴ്ചയുള്ള ഗ്രന്ഥങ്ങളെയും പറ്റി എൻസിനിറ്റാസിലും ലോസ് ആഞ്ചലസിലും ഞാൻ അനേകം വർഷം ക്ലാസുകൾ നടത്തി. എന്തിനാണ് ഈശ്വരൻ ആത്മാവും ശരീരവും തമ്മിൽ ബന്ധിപ്പിച്ചത്? ഈ പരിണാമാത്മകമായ സൃഷ്ടിയുടെ നാടകം അദ്ദേഹം തുടങ്ങിവെച്ചതിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? ഒരു സായാഹ്നത്തിൽ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ചോദിച്ചു. മറ്റു നിരവധി ആളുകളും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് പൂർണ്ണമായ ഉത്തരം നൽകാൻ ദാർശനികർ കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ വിജയിച്ചിട്ടില്ല. ഏതാനും ദുർജ്ഞേയമായ കാര്യങ്ങൾ അനന്തതയിൽ ആരായാനായി വിട്ടുകളയൂ, ശ്രീ യുക്തേശ്വരൻ ഒരു പുഞ്ചിരിയോടെ പറയുമായിരുന്നു. അസൃഷ്ടമായ കേവലത്തിൻ്റെ സങ്കല്പാതീതമായ ഉദ്ദേശ്യലക്ഷ്യങ്ങൾ മനുഷ്യൻ്റെ പരിമിതമായ യുക്തിചിന്തയ്ക്ക് എങ്ങനെ ഗ്രഹിക്കാനാവും? ഇന്ദ്രിയ ഗോചര പ്രപഞ്ചത്തിൻ്റെ കാര്യകാരണ തത്വം തളച്ചിട്ട മനുഷ്യൻ്റെ വിവേകശക്തി അനാദ്യനും കാരണാതീതനുമായ ഈശ്വരനെന്ന അജ്ഞേയതയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നു. പക്ഷേ മനുഷ്യബുദ്ധിക്ക് സൃഷ്ടിയെന്ന കടംകഥയുടെ ഉത്തരം കണ്ടെത്താനാവില്ലെങ്കിലും ദുർഗ്രാഹ്യമായ എല്ലാ രഹസ്യങ്ങളും സാധകന് ഈശ്വരൻ തന്നെ അന്തിമമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു. ജ്ഞാനം ആത്മാർത്ഥമായി ഇച്ഛിക്കുന്ന ആൾ ദിവ്യപദ്ധതിയുടെ ചില പ്രാഥമിക പാഠങ്ങൾ എളിമയോടെ വശമാക്കിക്കൊണ്ട് തൻ്റെ അന്വേഷണം തുടങ്ങുന്നതിൽ സംതൃപ്തനാണ്. ജീവിതത്തിൻ്റെ ഐൻസ്റ്റൈൻ സിദ്ധാന്തത്തിൻ്റെ ഗണിതഭദ്രമായ ഒരു ചിത്രലേഖനം തക്ക സമയമാകും മുമ്പ് ഒരാവശ്യമായി അയാൾ ഉന്നയിക്കുന്നില്ല. ദൈവത്തെ ഒരിക്കലും ആരും കണ്ടിട്ടില്ല. കാലത്തിന് മായയുടെ ആപേക്ഷികതകൾക്ക് വിധേയനായ ഒരു മർത്യനും അനന്തതയെ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല. പിതാവിൻ്റെ വക്ഷസ്സിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, രൂപം നൽകി അഥവാ സമൂർത്തമാക്കിയിരിക്കുന്നത്. ഈ പ്രതിബിംബിതമായ കൂടസ്ഥ ചൈതന്യം അഥവാ ബഹിർസ്ഫുരിച്ച പൂർണ്ണജ്ഞാനം അസൃഷ്ട ബ്രഹ്മത്തിൻ്റെ വക്ഷസ് അഥവാ ആഴങ്ങളിൽ നിന്ന് ഏകതയുടെ വൈവിധ്യം വെളിപ്പെടുത്താൻ ബഹിർഗമിക്കുന്നു. യേശു വിശദീകരിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ ഒന്നും പുത്രന് സ്വയം ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അതുപോലെ ചെയ്യുന്നു. ഈശ്വരൻ്റെ ത്രിമൂർത്തീഭാവം
ഇന്ദ്രിയഗോചര ജഗത്തിൽ അദ്ദേഹം വെളിവാക്കുന്നു. ഹൈന്ദവ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ്, പരിപാലനം ചെയ്യുന്ന വിഷ്ണു, വിനാശ പുനരാവിഷ്കാരം നടത്തുന്ന മഹേശ്വരൻ എന്നിവർ ഇതിൻ്റെ പ്രതീകങ്ങളാണ്. അവരുടെ ത്രിഗുണാത്മക പ്രകൃതി സ്പന്ദനാത്മകമായ സൃഷ്ടിയിൽ അവിരാമം പ്രകടിതമാകുന്നു. കേവലമായ നിർഗുണ ബ്രഹ്മം മനുഷ്യൻ്റെ വിഭാവന ശക്തിക്ക് അതീതമാകയാൽ ഭക്തനായ ഹിന്ദു മംഗളകരമായ ത്രിമൂർത്തിഭാവത്തിൽ അതിനെ ആരാധിക്കുന്നു. എങ്കിലും ഈശ്വരൻ്റെ വിശ്വവ്യാപിയായ സൃഷ്ടി സ്ഥിതി സംഹാരഭാവം അദ്ദേഹത്തിൻ്റെ ആത്യന്തികമോ സത്താമാത്രം പോലുമോ ആയ പ്രകൃതിയല്ല. കാരണം പ്രപഞ്ച സൃഷ്ടി അദ്ദേഹത്തിൻ്റെ ലീല മാത്രമാണ്. ത്രിമൂർത്തിഭാവത്തിൻ്റെ എല്ലാ ദുർജ്ഞേയതകളും അറിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആന്തരതത്വം ഗ്രഹിക്കാൻ കഴിയുകയില്ല. കാരണം നിയതമായ ആണവ പ്രവാഹത്തിൽ പ്രത്യക്ഷമാകുന്ന ബാഹ്യപ്രകൃതി അദ്ദേഹത്തെ വെളിപ്പെടുത്താതെ ബഹിർസ്ഫുരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈശ്വരൻ്റെ ആത്യന്തിക പ്രകൃതി അറിവാകുന്നത് പുത്രൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ മാത്രമാണ്. വിമോചിതനായ മനുഷ്യൻ സ്പന്ദനമയ മണ്ഡലങ്ങൾ കടന്ന് സ്പന്ദനരഹിതമായ മൂലതത്വത്തെ പ്രാപിക്കുന്നു. ആത്യന്തിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളപ്പോൾ മഹാന്മാരായ പ്രവാചകരെല്ലാം തന്നെ മൗനം ഭജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യമെന്നാൽ എന്താണ് എന്ന് പിലാത്തോസ് ചോദിച്ചപ്പോൾ ക്രിസ്തുദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പിലാത്തോസിനെപ്പോലുള്ള ബുദ്ധിജീവികളുടെ പൊങ്ങച്ചം കാട്ടുന്ന ചോദ്യങ്ങൾ ഉത്കടമായ ഒരു അന്വേഷണ ത്വരയിൽ നിന്ന് ഉദിക്കുന്നവയല്ല. പിന്നെയോ ആത്മീയ മൂല്യങ്ങളിൽ ഉറച്ച വിശ്വാസമില്ലായ്മ തുറന്ന മനസ്ഥിതിയുടെ ഒരടയാളമായി കരുതുന്ന ഇക്കൂട്ടർ അർത്ഥശൂന്യമായ ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത്. സത്യത്തിനു സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ജനിച്ചത്. അതിനാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എൻ്റെ സ്വരം കേൾക്കുന്നു. ഈ ചുരുങ്ങിയ വാക്കുകളിൽ ക്രിസ്തുദേവൻ ഒരു ഗ്രന്ഥസമുച്ചയത്തിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞുവെച്ചത്. ഈശ്വരൻ്റെ ഒരു സന്തതി തൻ്റെ ജീവൻ കൊണ്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്. അവൻ സത്യം സാകാരമാക്കുന്നു. അത് വ്യാഖ്യാനിക്കുക കൂടിയാണെങ്കിൽ അത് അധികത്തിലുമധികമായ ഹൃദയവിശാലതയാണ്. സത്യമെന്നത് ഒരു സിദ്ധാന്തമല്ല, തത്വചിന്തയുടെ അഭ്യൂഹ ദർശനമല്ല, ബുദ്ധിപരതയുടെ ഉൾക്കാഴ്ചയല്ല. സത്യം യാഥാർത്ഥ്യത്തിൻ്റെ സൂക്ഷ്മമായ തനിമയാണ്. മനുഷ്യന് സത്യം തൻ്റെ യഥാർത്ഥ പ്രകൃതിയുടെ അചഞ്ചലമായ ജ്ഞാനമാണ്. പരമാത്മാവാണ് തൻ്റെ ആത്മാവ് എന്നതാണത്. സ്വന്തം ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും വാക്കും കൊണ്ട് തൻ്റെ അസ്തിത്വത്തിൻ്റെ സത്യം, ഈശ്വരനാണ് തൻ്റെ ഉറവിടം എന്നത് താൻ അറിഞ്ഞിരുന്നുവെന്ന് യേശുദേവൻ തെളിയിച്ചു. സർവസന്നിഹിതമായ ക്രിസ്തുബോധത്തിൽ പരിപൂർണമായി താതാത്മ്യം പ്രാപിച്ച അദ്ദേഹത്തിന് ശുദ്ധനിസ്സന്ദേഹതയോടെ പറയാൻ കഴിഞ്ഞു, സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എൻ്റെ സ്വരം കേൾക്കുന്നു. ബുദ്ധനും അധ്യാത്മവിദ്യയുടെ ആത്യന്തികങ്ങളിൽ വെളിച്ചം വീശാൻ വിസമ്മതിച്ചു. മനുഷ്യന് ഭൂമുഖത്ത് ലഭിക്കുന്ന ഏതാനും നിമിഷങ്ങൾ സാൻമാർഗിക സ്വഭാവം ഉത്തമമാക്കിയെടുക്കാൻ വിനിയോഗിക്കുകയാണ് ഏറ്റവും നന്നെന്ന് അദ്ദേഹം ഫലിതരൂപേണ ചൂണ്ടിക്കാട്ടി. ചൈനയിലെ ആധ്യാത്മികവാദി ലാവോ ത്സു പഠിപ്പിച്ചതും ശരിയാണ്. അറിയുന്നവൻ അത് പറയുന്നില്ല, പറയുന്നവൻ അത് അറിയുന്നില്ല. ഈശ്വരൻ്റെ ആത്യന്തികമായ രഹസ്യങ്ങൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് ഉള്ളതല്ല. അദ്ദേഹത്തിൻ്റെ രഹസ്യഭാഷയുടെ നിർദ്ധാരണമെന്നത് മനുഷ്യന് മറ്റൊരു മനുഷ്യനിലേക്ക് വിനിമയം ചെയ്യാൻ കഴിയാത്ത ഒരു കലയാണ്. ഇവിടെ ജഗദീശ്വരൻ തന്നെയാണ് ഗുരു. ശാന്തമാവുക, പ്രശാന്തി കൈക്കൊള്ളുക, ഞാനാണ് ദൈവം എന്നറിയുക. തൻ്റെ സർവ്വവ്യാപിത്വം ഒരിക്കലും കേമത്തമായി എടുത്തുകാട്ടാത്ത ജഗന്നിയന്താവിനെ വിശുദ്ധമായ നിശബ്ദതകളിലേ കേൾക്കാൻ കഴിയൂ. സൃഷ്ടിക്ഷമമായ ഓംകാരധ്വനിയായി പ്രപഞ്ചം മുഴുവനും മാറ്റലുകൊള്ളുന്ന ആ ആദിമശബ്ദം ഈശ്വരനിൽ നിർലീനനായ സാധകന് അർത്ഥസമ്പുഷ്ടമായ വാക്കുകളായി തൽക്ഷണം സ്വയം പരിഭാഷപ്പെടുന്നു. സൃഷ്ടിയുടെ ദിവ്യമായ ഉദ്ദേശ്യം
മനുഷ്യൻ്റെ യുക്തിചിന്ത കൊണ്ട് മനസ്സിലാക്കാവുന്നിടത്തോളം വേദങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കൈവല്യം പുനഃസ്ഥാപിക്കുന്നതിനു മുമ്പായി ഈശ്വരൻ്റെ ഏതെങ്കിലും പ്രത്യേക സ്വഭാവവിശേഷം അനുപമമായി ആവിഷ്കരിക്കുന്ന ഒരാത്മാവായിട്ടാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഋഷിമാർ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ദൈവികമായ വ്യക്തിത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകത വരദാനമായി ലഭിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും തുല്യമായ രീതിയിൽ ഈശ്വരന് പ്രിയരാണ്. എല്ലാ രാഷ്ട്രങ്ങളുടെയും ജ്യേഷ്ഠ സഹോദരനായ ഭാരതം സ്വരൂപിച്ചിട്ടുള്ള വിജ്ഞാനം മാനവരാശിയുടെ മുഴുവനും പൈതൃകമാണ്. വേദസത്യം മറ്റേതൊരു സത്യത്തെയും പോലെ ജഗദീശ്വരൻ്റേതാണ്, അല്ലാതെ ഭാരതത്തിൻ്റേതല്ല. വേദങ്ങളിലെ ദിവ്യമായ ഗഹനതകൾ ഉൾക്കൊള്ളാൻ തക്കവണ്ണം വിശുദ്ധ പാത്രങ്ങളായിരുന്നു ഋഷിമാരുടെ മനസ്സുകൾ. മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹിക്കാനായി മറ്റെവിടെയെങ്കിലും ജനിക്കാതെ ഈ ഭൂമിയിൽ വന്ന് അവതരിച്ച ഋഷീശ്വരന്മാർ സമസ്ത മാനവജാതിയുടെയും അംഗങ്ങളായിരുന്നു. സത്യത്തിൻ്റെ സാമ്രാജ്യത്തിൽ വർഗത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ വിവേചനങ്ങൾ അർത്ഥശൂന്യമാണ്. അവിടെ വേണ്ട ഏക യോഗ്യത അത് കൈക്കൊള്ളുവാനുള്ള ആത്മീയ അർഹതയാണ്. ഈശ്വരൻ സ്നേഹമാണ്. സൃഷ്ടിയെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ പദ്ധതി സ്നേഹത്തിൽ മാത്രം അധിഷ്ഠിതമാകാനേ കഴിയൂ. ഈ പണ്ഡിതോചിതമായ ലളിതചിന്ത, യുക്തിചിന്തകളേകാത്ത സാന്ത്വനം മനുഷ്യഹൃദയത്തിനു നൽകുന്നില്ലേ? ഒരു ദൈവിക പദ്ധതി നിലവിലുണ്ടെന്നും അത് സുന്ദരവും ആനന്ദമയവുമാണെന്നും യാഥാർത്ഥ്യത്തിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഓരോ വിശുദ്ധാത്മാവും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന് ദൈവം തൻ്റെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി: അതുപോലെ തന്നെയാണ് എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനങ്ങളും. അത് എൻ്റെ അടുക്കലേക്ക് വെറുതെ മടങ്ങി വരില്ല, മറിച്ച് അത് എൻ്റെ ലക്ഷ്യം നിറവേറ്റുകയും ഞാൻ അതിനെ അയച്ച കാര്യത്തിൽ മുന്നേറുകയും ചെയ്യും. അതെ, നിങ്ങൾ ആനന്ദത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ ആനയിക്കപ്പെടും. നിങ്ങളുടെ മുന്നിൽ പർവ്വതങ്ങളും മലകളും ഗാനമുതിർക്കും. നാട്ടിലെ മരങ്ങളെല്ലാം കൈയടിക്കും. യെശയ്യാ അധ്യായം 55 വാക്യങ്ങൾ 11-12. നിങ്ങൾ ആനന്ദത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ ആനയിക്കപ്പെടും. ഈ ആശ്ചര്യജനകമായ വാഗ്ദാനം ബഹുവിധ കഷ്ടതകൾ അനുഭവിക്കുന്ന 20-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ ആകാംക്ഷയോടെ കേൾക്കുന്നു. തൻ്റെ ദിവ്യ പൈതൃകം വീണ്ടെടുക്കാൻ പൗരുഷത്തോടെ കഠിനയത്നം നടത്തുന്ന ഓരോ സാധകനും അതിലടങ്ങിയിരിക്കുന്ന പൂർണ്ണസത്യം സാക്ഷാത്കരിക്കാവുന്നതാണ്. പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളിൽ ക്രിയായോഗത്തിൻ്റെ അനുഗ്രഹീതമായ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞുവെന്നേ പറയാവൂ. മനുഷ്യൻ്റെ എല്ലാ ദുരിതങ്ങളെയും അതിജീവിക്കാൻ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വ്യക്തവും ശാസ്ത്രീയവുമായ ഒരു മാർഗം നിലവിലുണ്ടെന്ന് എല്ലാ മനുഷ്യരും അറിയാൻ ഇടയാകട്ടെ. തിളങ്ങുന്ന രത്നങ്ങൾ പോലെ ലോകത്ത് അവിടവിടെയുള്ള ആയിരക്കണക്കിന് ക്രിയായോഗികൾക്ക് സ്നേഹനിർഭരമായ ചിന്താസ്പന്ദനങ്ങൾ അയക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചരിതാർത്ഥനായി ചിന്തിക്കുന്നു: ജഗദീശ്വര, അങ്ങ് ഈ സന്യാസിക്ക് ഒരു വലിയ കുടുംബമാണ് തന്നിരിക്കുന്നത്.